ഇതിന് ഞാനൊരു 3 തവി ഉഴുന്ന് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 തവി അരി അരച്ചതെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ലേശം കുരുമുളക് ചതച്ചത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ദോശ തവ വെച്ചിട്ടുണ്ട്. എനിച്ചിട്ട് കൺമഷിയൊക്കെ എടുത്തിട്ട് കിട്ടിയ പണിയാണ്, ഉണ്ടാക്കിയിരിക്കുകയാണ് പണിയില്ലാണ്ട്. ഇതങ്ങനെ ലേശം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഒരു തവി മാവെടുത്തു, അതിൽ വെച്ചെടുക്കാം. ഇതിൽ കല്ല് നല്ല ചൂടായിട്ടുണ്ട്, വേണം ചെറുതായിട്ടൊന്ന് പരത്തിക്കെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിന് ഉഴുന്ന് വടയില്ലേ അതേ ടേസ്റ്റാണ് കേട്ടോ. എണ്ണയിൽ വേവിച്ചെടുക്കാതെ എണ്ണയിലിട്ട് വേവിച്ചെടുക്കാത്തുള്ള, എണ്ണയില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മൊരിയുമ്പോൾ എടുക്കണതാണ് ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ ഇഡ്ഡലി പൊടിയും ചേർത്തിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം വേണം കേട്ടോ അത് മറിച്ചിടാനായിട്ട്, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുന്നത്. ഇതാട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഉഴുന്നുവട എന്നുള്ള ഒരു റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ.